ഇപ്പോൾ അതിരപ്പള്ളിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. അവർ റോഡ് ഉപരോധിച്ചിരുന്നു. ആ റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കൊന്ന് ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഒരു ദൃശ്യം, അവിടെ വേറെ കണ്ടിട്ട് ഭക്ഷണ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ജെയ്സൺ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ടീച്ചർ, ഒരു നിമിഷം, ഒരു വാർത്ത വന്നതാണ്. അപ്പോൾ അതിരപ്പള്ളി 2 ആന ഇറങ്ങി, തൊട്ട് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങി, അവർ റോഡ് ഉപരോധിച്ചു, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജെയ്സൺ ഉണ്ട്. ജെയ്സൺ, ഇപ്പോൾ സമാധാനമാണല്ലോ അല്ലേ? പാത ഇപ്പോൾ തുറന്നു കൊടുത്തു. അവിടെ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല. കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആന കാട്ടിനുള്ളിൽ തന്നെയല്ലേ ഇപ്പോഴും? തീർച്ചയായും ആന കാട്ടിനുള്ളിലേക്ക് കയറി സമരം നടത്തിയ കോൺഗ്രസ്സുകാരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയപ്പോൾ ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെട്ടിരുന്നു. അത് സുഗമമാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. കഴിഞ്ഞ കുറച്ചു നേരമായി സംസ്ഥാന പാത ഉപരോധിക്കുകയായിരുന്നു. അതിരപ്പള്ളി ചാലക്കുടി സംസ്ഥാന പാത ഉപരോധിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. അവർ പ്രധാനമായ ആവശ്യം കാട്ടാന ശല്യത്തിൽ നിന്ന് രക്ഷ വേണം, ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നതാണ് പ്രധാനമായും ചോദിച്ചപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. വലിയ തോതിൽ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാം മനസ്സിലാക്കേണ്ടത് വലിയ രീതിയിൽ ജനവാസ ജനങ്ങൾ കടന്നു പോകുന്ന വലിയ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് കാട്ടാനകളുടെ നിരന്തരമായ സാന്നിധ്യം, കാട്ടാനകളുടെ ആക്രമണം. ഏത് പകലും രാത്രിയും ഈ വഴിയിൽ ഏത് സമയത്തും കാണാൻ കഴിയാവുന്ന, മനുഷ്യയേക്കാൾ കൂടുതൽ കാണാൻ കഴിയാവുന്ന ഒന്നായി കാട്ടാന മാറി എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിച്ചത്. നാം രാവിലെ അതിരപ്പള്ളിയിലേക്ക് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ചവിട്ടേറ്റം മരിച്ച ആ വൃദ്ധയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടയിൽ അവിചാരിതമായി കാട്ടാന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സമാധാനമാണ്, കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രതിഷേധം നടക്കാൻ സാധ്യതയുള്ളത് കൂരാച്ചുണ്ടിലാണ്. കൂരാച്ചുണ്ടിൽ എബ്രഹാമിന്റെ മൃതശരീരം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയുണ്ട്. LDF-ന്റെയും UDF-ന്റെയും ഹർത്താലുണ്ട്. സംയുക്ത സമരസമിതി ആ ഹർത്താലിനോട് അനുകൂലിച്ചിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജെയ്സനാണ് അതിരപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.